ഇന്ന് നമുക്ക് അടിപൊളി ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ്. ഇത് ചായക്കൊപ്പമൊക്കെ കഴിക്കാനും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കാനും പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ടൊരു ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തന്നെ 2 ബ്രെഡ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ പഞ്ചസാര, 60 ml പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 4 സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇവിടെ അരച്ചെടുത്ത് മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം പാനിനകത്ത് എണ്ണ ഒഴിച്ച് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. പച്ചമുളകും ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴണ്ട് പോകണ്ട. ഈ ഒരു പാകം ആകുമ്പോഴത്തേന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് പച്ചച്ചവ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1/2 സ്പൂണ്, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇതെല്ലാം കൂടെ പച്ചച്ചവ മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മിക്സ് പകുതി ഒഴിച്ചു കൊടുക്കാം. ഇതിനു മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങും കൂടെ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. 3 മുട്ട നേരത്തെ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നായിട്ട് ഇതിനു മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മിക്സും കൂടെ മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്ത് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം കുക്കായി വന്നിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് പൊട്ടിപ്പോകാതെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ പുരട്ടി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് 3 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇവിടെ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴും മുട്ടയും ബ്രെഡും കൊണ്ട് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.